ഹായ് എല്ലാവർക്കും സ്വാഗതം. അധികാരമല്ലേ നമ്മൾ എപ്പോഴും കേൾക്കുന്ന അനുഭവിക്കുന്ന ഒരു വാക്കാണിത്. പക്ഷെ എന്താണ് ഈ അധികാരമെന്ന് കൃത്യമായി ചോദിച്ചാൽ നമ്മളിൽ പലരും ഒരു നിമിഷം ആലോചിക്കും, ശരിയല്ലേ? ഇന്നത്തെ ഈ ഒരു വിശകലനത്തിൽ നമ്മൾ ഈ ഒരു വിഷയത്തെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് അധികാരം, രാഷ്ട്രീയത്തിൽ ഇതിൽ എന്ത് പങ്കാണുള്ളത്, പിന്നെ ഇതിനെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന 4 പ്രധാന വഴികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആ ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഈ അധികാരം? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ഗവൺമെന്റ് ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നത് മുതൽ നമ്മുടെ വീട്ടിലെ ചെറിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ വരെ ഈ അധികാരത്തിന്റെ ഒരു കളിയുണ്ട്. അപ്പൊ പിന്നെ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്? ഏറ്റവും ലളിതമായി പറഞ്ഞാൽ മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കാനുള്ള ഒരു കഴിവാണ് അധികാരം, അല്ലേ? അത് ചിലപ്പോൾ കുറച്ച് സമ്മർദ്ദം ചെലുത്തിയിട്ടാവാം, അല്ലെങ്കിൽ സ്നേഹത്തോടെ പറഞ്ഞ് പ്രേരിപ്പിച്ചിട്ടാവാം, ചില സാഹചര്യങ്ങളിൽ ബലം പ്രയോഗിച്ചിട്ടുമാകാം. സത്യം പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് മുഴുവൻ ഈ അധികാരത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കളിയാണ്. കാരണം ആരാണ് ഭരിക്കേണ്ടത്, എന്ത് നിയമങ്ങളാണ് വരേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ അധികാര ബന്ധങ്ങളാണല്ലോ. ഇങ്ങനെയുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡായ ഈ ഒരു വിഷയത്തെ മനസ്സിലാക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് 4 വ്യത്യസ്ത ലെൻസുകൾ ഉപയോഗിക്കാം. ഓരോ ലെൻസും അധികാരത്തെ കാണിച്ചു വരുന്നത് ഓരോ രീതിയിലായിരിക്കും. നമ്മൾ ഈ ലെൻസുകളിലൂടെ നോക്കുമ്പോൾ അധികാരത്തിന്റെ പല മുഖങ്ങളും നമുക്ക് മുന്നിൽ തെളിഞ്ഞുവരും. റെഡിയല്ലേ? നമുക്ക് ആദ്യത്തെ ലെൻസിലൂടെ തന്നെ ഒന്ന് നോക്കാം. അപ്പം നമ്മുടെ ആദ്യത്തെ ലെൻസ് എന്ന് പറയുന്നത് ലിബറൽ കാഴ്ചപ്പാടാണ്. അധികാരം എങ്ങനെ ആയിരിക്കണമെന്നതിനെപ്പറ്റി നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനം നിയമങ്ങളും പിന്നെ ഓരോ വ്യക്തിയുടെ സ്വാതന്ത്ര്യവുമാണ്. ഇവിടെ ജോൺ സ്റ്റുവർട്ട് മിൽ എന്താണ് പറയുന്നതെന്ന് നോക്കൂ. ഇത് ലിബറൽ ചിന്തയുടെ ആണിക്കല്ലാണ്. അതായത് മറ്റൊരാൾക്ക് ദ്രോഹമുണ്ടാകുന്നില്ലെങ്കിൽ ആരുടെയും ഇഷ്ടത്തിനു വിപരീതമായി അധികാരം പ്രയോഗിക്കാൻ പാടില്ല. സിമ്പിളായി പറഞ്ഞാൽ വ്യക്തിസ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ അധികാരത്തിന് കൃത്യമായ അതിരുകൾ വേണം. അല്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും? ഭൂരിപക്ഷത്തിന്റെ ഇഷ്ടം മാത്രം നടപ്പിലാക്കുന്ന ഒരു ഏകാധിപത്യമായി അത് മാറും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലിബറലുകൾ അധികാരത്തെ ഒരു മോശം കാര്യമായിട്ടല്ല കാണുന്നത്. അല്ല, ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ അതൊരു അത്യാവശ്യ ടൂളാണ്. പക്ഷേ അതിന് കൃത്യമായ നിയന്ത്രണങ്ങൾ വേണം, ജനങ്ങളുടെ സമ്മതം വേണം. നമ്മൾ ചെക്സ് ആൻഡ് ബാലൻസസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് ഇതിന്റെ ഒരു ബേസിക് ഐഡിയ. എന്നാൽ ഇതിനെതിരെയുള്ളൊരു വിമർശനം എന്താണെന്ന് വെച്ചാൽ, സമൂഹത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റു പല അധികാര ഘടനകളെയും അസമത്വങ്ങളെയും ഈ കാഴ്ചപ്പാട് പലപ്പോഴും കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നതാണ്. ജോൺ ലോക്ക്, മോണ്ടിസ്ക്യൂ, മിൽ ഇവരൊക്കെയാണ് ഈ ആശയങ്ങൾക്ക് അടിത്തറ പാകിയത്. അതായത് ഭരണം ജനങ്ങളുടെ സമ്മതത്തോടെ ആയിരിക്കണം, അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കരുത്, അത് വിഭജിക്കപ്പെടണം, പിന്നെ വ്യക്തിസ്വാതന്ത്ര്യം, ഇതെല്ലാമാണ് ഈ ചിന്താധാരയുടെ പ്രധാന സംഭാവനകൾ. ശരി, അപ്പം ലിബറൽ ലെൻസ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് അടുത്ത ലെൻസിലേക്ക് കടക്കാം. ഇവിടെ നമ്മുടെ ഫോക്കസ് നിയമങ്ങളിൽ നിന്നും അവകാശങ്ങളിൽ നിന്നും നേരെ പണത്തിലേക്കും സമൂഹത്തിലെ വർഗങ്ങളിലേക്കും മാറുകയാണ്. ഇതാണ് മാർക്സിസ്റ്റ് ലെൻസ്. കാൾ മാർക്സിന്റെ ഒരു വാചകം മാത്രം മതി ഈ കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലാക്കാൻ. അതായത് ഒരു ഭരണകൂടമെന്ന് പറയുന്നത് ശരിക്കും സമൂഹത്തിലെ പണക്കാരായ അല്ലെങ്കിൽ ബൂർഷ്വാസിയുടെ കാര്യങ്ങൾ നോക്കി നടത്താനുള്ള ഒരു കമ്മിറ്റി മാത്രമാണ്. അപ്പോൾ മാർക്സിസ്റ്റ് ലെൻസിലൂടെ നോക്കുമ്പോൾ ഈ രാഷ്ട്രീയ അധികാരമെന്ന് പറയുന്നത് പണക്കാരുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ളൊരു ടൂൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിൽ അധികാരം ഒരിക്കലും ന്യൂട്രലല്ല. അത് സമൂഹത്തിലെ സാമ്പത്തികമായി മുകളിൽ നിൽക്കുന്ന ഭരണവർഗം, അതായത് ഫാക്ടറികളും ഭൂമിയുമൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്ന പണക്കാർ, അവരുടെ ആധിപത്യം നിലനിർത്താനുപയോഗിക്കുന്ന ഒരു ആയുധമാണ്. പക്ഷേ ഇതിനും ഒരു വിമർശനമുണ്ട്. ഇത് സാമ്പത്തിക കാര്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നു, എന്നാൽ സംസ്കാരം, ഐഡന്റിറ്റി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അധികാര പോരാട്ടങ്ങളെ അത്ര കാര്യമായി എടുക്കുന്നില്ല എന്നതാണ് ആ വിമർശനം. മാർക്സും ഏംഗൽസും അധികാരമെന്നാൽ സാമ്പത്തിക നിയന്ത്രണമാണ് എന്ന് പറഞ്ഞപ്പോൾ ആന്റോണിയോ ഗ്രാംഷിയെപ്പോലുള്ളവർ കുറച്ചുകൂടി മുന്നോട്ടു പോയി സാംസ്കാരിക ആധിപത്യം അഥവാ കൾച്ചറൽ ഹെജിമണി എന്നൊരാശയം കൊണ്ടുവന്നു. അതായത് അധികാരം നിലനിർത്തുന്നത് എപ്പോഴും തോക്ക് ചൂണ്ടിയിട്ടോ നിയമം ഉപയോഗിച്ചിട്ടോ മാത്രമല്ല, നമ്മുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും രൂപപ്പെടുത്തിക്കൊണ്ടു കൂടിയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സിനിമകളിലൂടെയും പാഠപുസ്തകങ്ങളിലൂടെയും ചില ആശയങ്ങളെ വളരെ സ്വാഭാവികമായ കാര്യങ്ങളായി നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നിലവിലുള്ള വ്യവസ്ഥയെ നമ്മൾ ചോദ്യം ചെയ്യാതെ അങ്ങ് അംഗീകരിക്കും. അതും ഒരുതരം അധികാരപ്രയോഗമാണ്. ഓക്കെ, അപ്പം നമ്മൾ ലിബറൽ മാർക്സിസ്റ്റ് ലെൻസുകൾ കണ്ടു. ഇനി നമ്മുടെ മൂന്നാമത്തെ ലെൻസ്. ഇത് അധികാരത്തെ നോക്കിക്കാണുന്നത് ലിംഗഭേദത്തിന്റെ, അതായത് ജെൻഡറിന്റെ കണ്ണിലൂടെയാണ്.
നമ്മുടെ പൊതുജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും അധികാരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ ഫെമിനിസ്റ്റ് ലെൻസ് നമുക്ക് കൃത്യമായി കാട്ടിത്തരും. സിമോൺ ദ ബൂവയുടെ ഈയൊരു ആശയം നോക്കൂ. ഇതാണ് ഫെമിനിസ്റ്റ് ചിന്തയുടെ ഒരു കാതൽ. പുരുഷാധിപത്യം എന്ന് പറയുന്നത് സ്ത്രീകളെ അന്യരായി അല്ലെങ്കിൽ ദി അതറായി കാണുന്ന ഒരു സിസ്റ്റമാണ്. അതായത് സമൂഹം പുരുഷനെ ഒരു നോർമലായി, ഒരു സ്റ്റാൻഡേർഡായി കാണുന്നു. സ്ത്രീയെ ആകട്ടെ അതിൽ നിന്നുള്ള ഒരു വ്യത്യാസമായി കണക്കാക്കുന്നു. ഈയൊരു സാമൂഹിക ഘടനയാണ് ഫെമിനിസ്റ്റ് ലെൻസ് ചോദ്യം ചെയ്യുന്നത്. അപ്പോ ഈ ലെൻസിലൂടെ നോക്കുമ്പോൾ അധികാരമെന്നത് പുരുഷാധിപത്യപരമാണ് അഥവാ പേട്രിയാർക്കലാണ്. പുരുഷന്മാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സാമൂഹിക നിയമങ്ങളിലൂടെയും സ്ഥാപനങ്ങളിലൂടെയുമാണിത് പ്രവർത്തിക്കുന്നത്. ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ കുടുംബത്തിലും ജോലിസ്ഥലത്തും രാഷ്ട്രീയത്തിലുമെല്ലാം ഈ അധികാരഘടനയുടെ പല രൂപങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ലിംഗപരമായ അധികാരശ്രേണികളെ പൊളിച്ചെഴുതണമെന്നാണ് ഫെമിനിസ്റ്റ് ചിന്തകർ ആവശ്യപ്പെടുന്നത്. സിമോൺ ദ ബോവയെ പോലുള്ളവർ ഈ സാമൂഹിക നിയമങ്ങളെ പൊളിച്ചെഴുതണം എന്ന് പറഞ്ഞപ്പോ ജൂഡിത്ത് ബട്ട്ലറെ പോലുള്ള ചിന്തകൾ ഒരു പടികൂടി മുന്നോട്ടു പോയി. അവർ പറയുന്നതെന്താന്ന് വെച്ചാൽ ആണും പെണ്ണും എന്നതൊക്കെ ജന്മനായുള്ളൊരു കാര്യം മാത്രമല്ല, മറിച്ച് സമൂഹം നമ്മളെ പഠിപ്പിക്കുന്ന ചില പെരുമാറ്റ രീതികൾ നമ്മൾ ദിവസവും അഭിനയിച്ച് കാണിക്കുന്നതിലൂടെയാണ് ഈ ജെൻഡർ ഉണ്ടാവുന്നതെന്നാണ്. ഈ അഭിനയിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന സാമൂഹിക നിയമങ്ങളുണ്ടല്ലോ, അതുതന്നെയാണ് അധികാരത്തിന്റെ ഒരു രൂപം. ശരി, അപ്പോൾ നമുക്ക് അവസാനത്തെ ലെൻസിലേക്ക് കടക്കാം. ഇത് കുറച്ചുകൂടി അബ്സ്ട്രാക്റ്റ് ആണ്. അധികാരത്തെ തികച്ചും വ്യത്യസ്തമായൊരു രീതിയിലാണിത് കാണുന്നത്. ഈ കാഴ്ചപ്പാടനുസരിച്ച് അധികാരം എന്ന് പറയുന്നത് ആരുടെയെങ്കിലും കയ്യിലിരിക്കുന്ന ഒരു സാധനമല്ല, അത് ഈ സിസ്റ്റത്തിന്റെ തന്നെ ഭാഗമാണ്. മിഷേൽ ഫൂക്കോയുടെ ഈ ഒരു ആശയം കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നാം. പക്ഷേ അദ്ദേഹം സിമ്പിളായി പറയാൻ ശ്രമിക്കുന്നതാണ്, അധികാരം ഒരു രാജാവിന്റെ കയ്യിലോ ഒരു ഗവൺമെന്റിന്റെ കയ്യിലോ മാത്രമായി ഒതുങ്ങുന്ന ഒന്നല്ല. അത് നമ്മുടെ സമൂഹത്തിൽ ഒരു നെറ്റ്വർക്ക് പോലെ, ഒരു വല പോലെ എല്ലാരിടത്തും പടർന്നു കിടക്കുകയാണ്. നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ, നമ്മൾ ശരിയെന്ന് വിശ്വസിക്കുന്ന ഓരോ അറിവിലും അവിടെയെല്ലാം ഈ അധികാരം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ ഇതാണ് ഇവിടുത്തെ പ്രധാന പോയിന്റ്. നമ്മൾ എന്താണ് സത്യം, എന്താണ് ശരി എന്ന് വിശ്വസിക്കുന്നില്ലേ, അതിനെ രൂപപ്പെടുത്തുന്നതാണ് ഏറ്റവും വലിയ അധികാരം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഡോക്ടർ നമ്മളോടൊരു കാര്യം പറയുമ്പോൾ നമ്മളത് ചോദ്യം ചെയ്യാതെ വിശ്വസിക്കും, അല്ലേ? അവിടെ ആ ഡോക്ടറുടെ വിദഗ്ധ അറിവ് എന്ന് പറയുന്നത് ഒരു അധികാരമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ സമൂഹത്തിൽ എന്താണ് നോർമലായിട്ടുള്ള പെരുമാറ്റം, എന്താണ് അബ്നോർമൽ എന്ന് തീരുമാനിക്കുന്നതിലും ഈ അധികാരം ഒളിഞ്ഞിരിപ്പുണ്ട്. ഫൂക്കോ ഇതിനെ അധികാരം അറിവ് എന്നാണ് വിളിച്ചത്. അതായത് അറിവ് ഉണ്ടാക്കുന്നത് തന്നെ ഒരു അധികാരപ്രയോഗമാണ്. ല്യോഥാറിനെപ്പോലുള്ളവർ പറഞ്ഞത്, വലിയ ആഖ്യാനങ്ങളെ, അതായത് ലോകത്തെക്കുറിച്ചുള്ള വലിയ കഥകളെ നിയന്ത്രിക്കുന്നതിലൂടെയാണ് അധികാരം പ്രയോഗിക്കപ്പെടുന്നത് എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ റിയാലിറ്റി എന്താണെന്ന് നിർവചിക്കുന്നതും വിവരങ്ങൾ നിയന്ത്രിക്കുന്നതുമാണ് ഈ കാഴ്ചപ്പാടിൽ അധികാരം. അപ്പോ നമ്മളിപ്പോ 4 വ്യത്യസ്ത ലെൻസുകളിലൂടെ അധികാരത്തെ നോക്കിക്കണ്ടു. ഓരോന്നും ഓരോ കാഴ്ചപ്പാടാണ് നമുക്ക് തന്നത്. ഇനി നമുക്ക് ഇവയെല്ലാം ഒന്ന് ഒരുമിച്ച് ചേർത്ത് വെച്ച് നോക്കാം. അപ്പോ എങ്ങനെയാണ് ഒരു പൂർണ്ണമായ ചിത്രം കിട്ടുന്നതെന്ന് കാണാം. നമ്മൾ ഇതുവരെ കണ്ട 4 കാഴ്ചപ്പാടുകളും നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കിയാലോ? നോക്കൂ, ലിബറൽ കാഴ്ചപ്പാട് അധികാരത്തെ നിയന്ത്രിക്കേണ്ട ഒരു ടൂളായിട്ടാണ് കാണുന്നത്. എന്നാൽ മാർക്സിസ്റ്റുകൾക്ക് അത് സാമ്പത്തികമായി മുകളിൽ നിൽക്കുന്നവരുടെ ഒരു ആയുധമാണ്. ഫെമിനിസ്റ്റുകൾ അതിലെ ലിംഗപരമായ അധികാരഘടനകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പോസ്റ്റ് മോഡേണിസ്റ്റുകളാകട്ടെ അധികാരം നമ്മുടെ അറിവിനെയും സത്യത്തെയും പോലും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നു. കണ്ടില്ലേ, ഓരോന്നും അധികാരത്തിന്റെ ഓരോ ലെയറാണ് നമുക്ക് കാണിച്ചു തരുന്നത്. പ്രത്യേകിച്ച് ലിബറൽ കാഴ്ചപ്പാടും പോസ്റ്റ് മോഡേൺ കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസമൊന്ന് നോക്കൂ. ഒന്ന്, അധികാരത്തെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളായി കാണുന്നു. മറ്റേത്, നമ്മൾ ചിന്തിക്കുന്ന രീതിയെയും ലോകത്തെ കാണുന്ന രീതിയെയും വരെ നിയന്ത്രിക്കുന്ന അദൃശ്യമായ ഒരു നെറ്റ്വർക്കായി കാണുന്നു. ഈ ലെൻസുകൾ എത്ര വ്യത്യസ്തമായ വിശകലന സാധ്യതകളാണ് നമുക്ക് മുന്നിൽ തുറഞ്ഞു തരുന്നതെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. അപ്പോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇതിലേതെങ്കിലും ഒരു ലെൻസാണ് ശരിയെന്ന് കണ്ടെത്തുകയല്ല നമ്മുടെ ലക്ഷ്യം, ഒരിക്കലുമല്ല. പകരം ഈ 4 ലെൻസുകളും നമ്മുടെ കയ്യിലുള്ള ഒരു ടൂൾ കിറ്റ് പോലെയാണ്. ഇവയെല്ലാം ഒരുമിച്ചുപയോഗിച്ച് ലോകത്തെ കൂടുതൽ ആഴത്തിൽ, കൂടുതൽ വിമർശനാത്മകമായി കാണാൻ പഠിക്കുക എന്നതാണ് പ്രധാനം. ഓരോ സാഹചര്യത്തിലും ഈ ലെൻസുകൾ നമ്മൾ മാറി മാറി ഉപയോഗിക്കുമ്പോൾ അധികാരത്തിന്റെ പല പല അടരുകൾ നമുക്ക് മുന്നിൽ വ്യക്തമായി വരും.
അപ്പോൾ ഈ വിശകലനത്തിനുള്ള ലെൻസുകൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി നിങ്ങളൊന്ന് ചുറ്റും നോക്കൂ. നിങ്ങളുടെ ജോലിസ്ഥലത്ത്, നിങ്ങളുടെ സൗഹൃദങ്ങളിൽ, കുടുംബത്തിൽ, നിങ്ങൾ കാണുന്ന മീഡിയയിൽ അധികാരം എവിടെയെല്ലാമാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ ലെൻസുകളിലൂടെ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് അടുത്ത ഒരു വിഷയവുമായി വീണ്ടും കാണാം.